ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യമുക്ത കേരളത്തെക്കുറിച്ചാണ്. അതെന്നാകുമെന്ന് അറിയത്തില്ല. കാരണം ഇപ്പോൾ നമുക്കൊരു ജോയിച്ചേട്ടനെ നമ്മൾ നഷ്ടപ്പെട്ടു പോയി. നമുക്ക് നഷ്ടപ്പെട്ടു ഒരു ജോയിച്ചേട്ടനെ. കാരണം അദ്ദേഹം മാലിന്യം നീക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം വാർത്തകളിൽ മൊത്തം നിറഞ്ഞു. കാരണം എന്താ പറയുക, ആ ഒരു മരണത്തെ തുടർന്ന് ഒരുപാട് മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള സംസാരങ്ങളും ചർച്ചകളും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങി. പക്ഷേ ആ ചർച്ചകളിൽ ഒതുങ്ങി പോകേണ്ടതാണോ നമ്മുടെ നാട്? കാരണം മാലിന്യം ഇനിയും എന്താ പറയുക, പെറ്റ് പെരുകുന്നത് പോലെ ഒരുപാട് പെരുകി 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 നീങ്ങും. അപ്പോൾ അത് സംസ്കരിക്കാനുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, സർവകക്ഷി യോഗം ചേർന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ പിന്തുണച്ചുകൊണ്ട് ഒരുപോലെ പിന്തുണ പറഞ്ഞിട്ടുണ്ട്. കാരണം മാലിന്യ സംസ്കരണത്തിനെ കുറിച്ച് ആ ഒരു കാര്യത്തിൽ രണ്ട് സംസ്ഥാന സർക്കാരും അതുപോലെ പ്രതിപക്ഷവും ഒരുപോലെ ഒന്നിച്ച് നിൽക്കാമെന്നുള്ളൊരു വാക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ചർച്ച ചെയ്യുന്നു എങ്ങനെ അത് മാറ്റാം, മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള പ്ലാന്റുകളും അതുപോലെ തന്നെ മാലിന്യങ്ങൾ തരംതിരിക്കാനുള്ള സംവിധാനങ്ങളും. അപ്പം അതിനു വേണ്ടിയിട്ടൊക്കെയാണ് അവരിപ്പം ഹരിത കർമ്മസേന എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അത് നടക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ 50 രൂപ മുടക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം. കാരണം പണിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ മാലിന്യം സംസ്കരണത്തിന് മാലിന്യം എടുക്കാനായിട്ട് ആൾക്കാർ ഇറങ്ങുമ്പോൾ നമുക്കൊരു 50 രൂപ മുടക്കാനായിട്ട് ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറയുമ്പോൾ എന്നെ ഉൾപ്പെടെ ഞാൻ വിമർശിച്ചേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പേഴ്സണലായിട്ട് നമ്മൾ സ്വന്തമായിട്ട് സ്വമേധയാ തീരുമാനം എടുക്കണം മാലിന്യ സംസ്കരണത്തെക്കുറിച്ച്. അല്ലെങ്കിൽ മാലിന്യം എങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ അതെങ്ങനെ മാറ്റണം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും എന്താ പറയുക മനസ്സിലാക്കി വേണം ചെയ്യാൻ. കാരണം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ തന്നെ പല സ്ഥലങ്ങളിലും പോകുമ്പോഴത്തേക്കും നമ്മളും മാലിന്യം എല്ലാം കൂടിക്കിടക്കുന്നുണ്ട്, മൂക്ക് പൊത്താറുണ്ട്. എന്നിട്ട് നമ്മൾ വഴിക്ക് എന്തൊരവസ്ഥയായിരുന്നു. കാരണം നമ്മൾ നമ്മുടെ നെഞ്ചത്ത് തന്നെ കുത്തുന്ന അവസ്ഥയാണ്. കാരണം മാലിന്യം ഇതെല്ലാം നിക്ഷേപിക്കുന്നത് അവിടെ ഇവിടെ എല്ലാം കൊണ്ടാണ് നമ്മൾ സാധാരണ ഇപ്പം എന്താ പറയുക, നമ്മുടെ കയ്യിലൊരു സാധനം കിട്ടിയാൽ നമ്മൾ വലിച്ചെറിയുക എന്നുള്ളൊരു പതിവാണ് നമുക്കുള്ളത്. അതിന് പകരം നമ്മളത് എവിടെയെങ്കിലും കൂട്ടിയിട്ടിട്ട് അതിനെ സംസ്കരിക്കാനുള്ള പരിപാടി നമ്മൾ സ്വമേധയാ നോക്കണം. ഇപ്പം എന്നാ പറയുന്നത്, നമ്മുടെ സർക്കാർ ഇപ്പോൾ ഏകദേശം സർക്കാർ ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. മിക്കവാറും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിപ്പം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇല്ല. കാരണം ഒരു വാർത്ത കഴിഞ്ഞ് മറ്റൊരു വാർത്ത വരുമ്പോൾ അതിൻ്റെ പുറകെ ചാനലുകളും എല്ലാം പോകും. പക്ഷേ അപ്പോൾ അന്നേരം ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം ഈ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച്. ഇപ്പോൾ എന്തായാലും ഒരു നല്ല തീരുമാനം, അതിന് വേണ്ട പ്രത്യേക പ്ലാന്റുകളും കാര്യങ്ങളുമൊക്കെ മുന്നോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും എന്താ പറയുക, നമ്മൾ ഓരോരുത്തരും എന്താ പറയുന്നത് അതിൽ മാലിന്യ സംസ്കരണം നല്ല രീതിയിൽ നടത്താൻ നമ്മൾ ഓരോരുത്തരും അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ തന്നെ ചിന്തിക്കണം, നമ്മൾ വലിച്ചെറിയുന്ന സാധനം നാളെ നമുക്ക് തന്നെ ദോഷമാണെന്നുള്ള കാര്യം.